ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമുക്കിന്ന് സ്കൂളിലൊക്കെ പോയി ക്ഷീണിച്ചു വന്നതാണോ അതോ പുതിയ കാര്യങ്ങൾ അറിയാൻ നല്ല താല്പര്യത്തോടെ ഇരിക്കുകയാണോ? എന്തായാലും കുറച്ച് റെസ്റ്റൊക്കെ നമ്മൾ എടുത്തു. ഇനി നമുക്ക് കുറച്ച് നേരം പഠിക്കാം അല്ലേ? പഠിക്കുക എന്നല്ല, നമുക്ക് കുറച്ച് അറിഞ്ഞിടാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിച്ചാലോ? അതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണം, നമ്മുടെ ഹെൽത്തി ഫുഡാണെന്ന് പറയാറുണ്ട് അല്ലേ എല്ലാവരും? അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ട്? മാംഗോ, ആപ്പിൾ, ഗ്രേപ്സ്, ഓറഞ്ച്, ഇതെല്ലാം എല്ലാവരും കഴിക്കുന്ന സാധനമാണ് അല്ലേ? ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഒരു ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. ഈ ഗ്രേപ്സിൻ്റെ ഒരെണ്ണം ഞാൻ കഴിച്ചു നോക്കുകയാണ്. എൻ്റെ മുഖത്ത് എന്ത് ഭാവ വരണേ നിങ്ങൾ പറയണം. എന്ത് ഭാവമാണ് വന്നത് എൻ്റെ മുഖത്ത്? ഒരു പുളി അല്ലേ? കണ്ട നിങ്ങൾക്ക് മുഖത്തൊരു പുളി വന്നില്ലേ? എന്തുകൊണ്ടായിരിക്കാം പുളിയുടെ ഒരു രഹസ്യം? ഇതിൽ മാത്രമല്ലല്ലോ പുളിയുള്ളത്. നിങ്ങൾ ഓറഞ്ച് എടുത്തൊന്ന് കണ്ണടച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഓറഞ്ചിൻ്റെ അല്ലി എടുത്ത് വായിൽ വെച്ച് കടിക്കുന്നു, ഇങ്ങനെയുണ്ട്. നമുക്കിങ്ങനെ പുളിക്കുന്നുണ്ടല്ലേ? എന്തുകൊണ്ടായിരിക്കാം പുളിയുള്ളത്? നമുക്കൊന്ന് നോക്കിയാലോ. ഇതിനകത്തെല്ലാം ഒരു സാധനമുണ്ട്. അതേതാണ് ആ സാധനം? അതാണ് ആസിഡ്സ്. എന്താണ്? ആസിഡ്സ്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ആസിഡ്സ്. ആസിഡോ? നിങ്ങൾ പേടിച്ചു പോയില്ലേ? ആസിഡോ? നമ്മൾ കഴിക്കുന്നതിനകത്ത് ആസിഡ് ഉണ്ടോ? സാധാരണ എല്ലാവരും കേട്ടിട്ടുള്ള എന്താണ്, ആസിഡൊന്നും ദേഹത്തൊക്കെ പിന്നെ പൊള്ളിപ്പോവില്ലേ? പക്ഷെ അങ്ങനെയല്ല. ആസിഡ്സിനകത്ത് ചെറിയ ഒരു വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചാലേ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. എങ്ങനെയാണെന്ന് നോക്കാം. ആസിഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ അവയ്ക്ക് എന്ത് രുചിയാണുള്ളത്? പുളി രുചിയാണുള്ളത്. വീര്യം കൂടിയവയുണ്ട്, വീര്യം കുറഞ്ഞവയുണ്ട്. ഇപ്പം നമ്മൾ ചിലതൊക്കെ പറയാറില്ലേ, വീര്യം കൂടിയത് വീര്യം കുറഞ്ഞതെന്ന്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഈ ക്ലാസ്സിൽ പഠിക്കും. എന്നാലും നമുക്ക് ചില ആസിഡ്സിന് വീര്യം കൂടുതലുമുണ്ട്, വീര്യം കുറവുമുണ്ട്. നമ്മൾ ഈ ഫ്രൂട്ട്സിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ്സ് എല്ലാം വളരെ മൈൽഡായിട്ടുള്ള ആസിഡ്സാണ്. ഓരോന്നിനും ഓരോരോ പേരുണ്ട് കേട്ടോ. നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നുന്ന കുറേ പേരുകളുണ്ട്. ആപ്പിളിനകത്ത് ആസിഡ് ഉണ്ടോ? ആപ്പിൾ കഴിക്കുമ്പോൾ പുളിയുണ്ടോ? ഇല്ലല്ലേ? പക്ഷെ ചെറിയൊരു പുളി എവിടെയോ തോന്നാറില്ലേ? അതിനകത്തുള്ള ആസിഡാണ് മാലിക് ആസിഡ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ മാലിക് ആസിഡ്? ഇല്ല. ഗ്രേപ്സിനകത്തും ആസിഡ് ഉണ്ട്. നമ്മുടെ പുളിയില്ലേ, നമ്മളെ അമ്മമാർ മീനിലും സാമ്പാറിലും ഒക്കെ ഇടുന്ന പുളിക്കൊരു പുളി രുചിയല്ലേ? ഇതിൻ്റെ പേര് തന്നെ പുളി എന്നാണ് അല്ലേ? ആ പുളിക്കും ഒരു പുളി രുചിയുണ്ട്. എന്താണ് പുളി രുചി എന്ന് പറയുന്നത്? അത് ടാർട്ടാറിക് ആസിഡാണ്. അപ്പോൾ ഇതുപോലെ ഓരോ ഫ്രൂട്ട്സിനകത്തും ഈ പുളി രുചിയുള്ള എല്ലാത്തിലും എന്തുണ്ട്? ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആസിഡ്സിൻ്റെ പൊതുവായിട്ടുള്ളൊരു രുചി എന്ന് പറയുന്നത് ഏതാണ്? നിങ്ങൾക്ക് പറയാമോ? ഒരു ടാങ്കിനെസ് അല്ലെങ്കിൽ ഒരു പുളി രുചിയാണ് ഉള്ളത്. അപ്പോൾ ആ പുളി രുചി ഉള്ളവയാണ് എന്തെന്ന് പറയുന്നത്? പൊതുവിൽ നമ്മൾ ആസിഡ്സ് എന്ന് പറയുന്നത്. പുളി രുചിയുള്ളവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആസിഡ്സ് എന്ന് പറയുന്നത്. ഈ ആസിഡിൽ തന്നെ പലതരത്തിലുള്ള ആസിഡുകളുണ്ട്. നമ്മൾ ഫുഡിൽ അടങ്ങിയിരിക്കുന്നതും ആസിഡ്സ് തന്നെയാണ്. എല്ലാ ആസിഡാണോ? എല്ലാ ആസിഡല്ല. എന്നാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം. ഇനി ഈ ആസിഡ് നമുക്ക് ചോദിക്കുകയാണ്, ഇതിൽ ആസിഡ് ഉണ്ടോ? അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നില്ലേ, ഇതിൽ ആസിഡ് ഉണ്ടോ, അതിൽ ആസിഡ് ഉണ്ടോ, ഞാൻ കഴിക്കുന്ന ചോറിൽ ആസിഡ് ഉണ്ടോ, ഞാൻ കഴിക്കുന്ന സാമ്പാറിൽ ആസിഡ് ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കാൻ ഒരു ഡൗട്ട് വന്നില്ലേ? അപ്പോൾ ഈ ആസിഡ്സിനെ നമുക്ക് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ചെറിയ പേപ്പറുണ്ട്. ആ പേപ്പറിൻ്റെ പേരറിയാമോ? അതിൻ്റെ പേരാണ് ലിറ്റ്മസ് പേപ്പർ. അതിൻ്റെ പേരെന്താണ്? ലിറ്റ്മസ് പേപ്പർ. എന്താണ് ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞാൽ അറിയാമോ? ശരിക്കും പറഞ്ഞാൽ ലിറ്റ്മസ് പേപ്പർ ഒരു ലൈക്കൺ എന്ന് പറയുന്ന ഒരു ജീവിയിൽ നിന്നും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സാധനമാണ്. ഏതെന്ന് പറയുന്നത് ഈ പറഞ്ഞ ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഈ ചെറിയ നമ്മുടെ ഒരു പേപ്പറിൻ്റെ തുണ്ട് പോലെ ഇരിക്കും, പേര് പോലെ തന്നെ ഒരു പേപ്പറാണ്. പക്ഷെ അത് നിർമ്മിച്ചിരിക്കുന്നത് ലൈക്കൺസ് എന്ന് പറയുന്ന ഒരു ജീവിവർഗത്തിൽ നിന്നാണ്. 2 കളറിലുള്ള ലിറ്റ്മസ് പേപ്പറാണുള്ളത്. ഏതൊക്കെയാണവ പറയാൻ പറ്റുമോ? റെഡും ബ്ലൂവും. ഏതൊക്കെയാണ്? റെഡും ബ്ലൂവും. റെഡ് എന്ന് പറയുമ്പോൾ റെഡ് കളറിലുള്ള ലിറ്റ്മസ് പേപ്പർ ഉണ്ട്. നമ്മുടെ ഒരു ചെറിയ വിരലിൻ്റെ അത്രയുള്ള ഇത്ര നീളമുള്ള ഒരു ലിറ്റ്മസ് പേപ്പർ. അതിൽ റെഡ് കളറും ഉണ്ട്, ചിലതിൽ ബ്ലൂ കളറുമാണ്. 2 കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ റെഡ് കളറിനെ എടുത്ത് നമുക്ക് അറിയേണ്ട ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മളെ കയ്യിൽ തന്നെ ടീച്ചർ ചോദിക്കുകയാണ്, ഇത് ആസിഡാണോ ഒന്ന് കണ്ടുപിടിച്ച് പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ലിറ്റ്മസ് പേപ്പർ എടുത്ത് അതിൽ ജസ്റ്റ് ഒന്ന് മുക്കി നോക്കിയാൽ മതി. അപ്പം നമ്മുടെ കയ്യിൽ ടീച്ചർ തന്നത് റെഡ് ലിറ്റ്മസ് പേപ്പർ ആണെന്ന് വിചാരിക്കുക. നമ്മൾ റെഡ് ലിറ്റ്മസ് പേപ്പറിൻ്റെ അടുത്ത് മുക്കി നോക്കുമ്പോൾ അതിൽ റെഡ് കളറാണ് നമുക്ക് കാണാൻ പറ്റുന്നതെങ്കിൽ
ആ റെഡ് കളറായിട്ട് തന്നെ അങ്ങനെ തന്നെ റിമെയിൻ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എന്തെന്ന് പറയാം, ആ നമ്മളെ കയ്യിലിരിക്കുന്ന സാധനം അതിപ്പോൾ എന്ത് സാധനമായാലും അത് എന്താണെന്ന് പറയാം, അതിന് ആസിഡ് സ്വഭാവമാണെന്ന് പറയാം. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ബ്ലൂ പേപ്പറാണ്. ടീച്ചറുടെ കയ്യിൽ റെഡ് ഇല്ല, നമുക്ക് തന്നത് ബ്ലൂ ആണ്. ആ ബ്ലൂ പേപ്പറാണ് നമ്മളെടുത്ത് മുക്കിയതെങ്കിൽ അപ്പോൾ ഈ എന്ത് കളറായിട്ട് മാറുമായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ആ, ബ്ലൂ തന്നെ ആയിട്ടിരിക്കുമോ? എങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. എന്തായിട്ട് മാറും? റെഡ് കളറായിട്ട് മാറും. അതായത് ആസിഡ് ഏത് ലിറ്റ്മസ് പേപ്പർ ആയാലും അതിനെ ഏത് കളറാക്കി മാറ്റും? റെഡാക്കി മാറ്റും. ഞാൻ ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. റെഡാണെങ്കിൽ റെഡായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. ബ്ലൂ കളറിനെ ആണെങ്കിൽ അത് റെഡാക്കി മാറ്റും. അപ്പോൾ നമ്മുടെ ആ ഒരു ആസിഡ് ഒരു അപകടമാണ്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ആസിഡ്സ് എന്തെങ്കിലും ഒരു പേടിയാണ്. അപ്പോൾ അത് റെഡ് കളറുമായിട്ട് അങ്ങനെ എന്താ പറയുക, കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ റെഡ് കളർ ലിറ്റ്മസിനെ റെഡ് കളറായിട്ട് മാറ്റുന്നു, അല്ലെങ്കിൽ ബ്ലൂ കളർ ലിറ്റ്മസിനെ ബ്ലൂ കളറായിട്ട് മാറ്റുന്നതും ആരാണ്? ആസിഡാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ടീച്ചർ നമ്മളെ കിട്ടുന്ന ഒരു സാധനത്തിന് ഏതെങ്കിലും ഒരു പദാർത്ഥം അത് റെഡാണ്, അത് ആസിഡാണോ അല്ലയോ നമുക്കറിയാൻ പറ്റും. ഇപ്പം നമുക്ക് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഈ ലിറ്റ്മസ് പേപ്പർ നമുക്ക് സാധനം വാങ്ങിക്കാൻ കിട്ടുന്ന കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതായത് ഈ കുറച്ച് ബുക്ക് സ്റ്റോളോ അങ്ങനെയൊക്കെ പോയി ചോദിച്ചാൽ നമുക്ക് കിട്ടും. ഈ പറഞ്ഞ ഗ്രേപ്സോ അല്ലെങ്കിൽ ഓറഞ്ചോ ഇതിലൊക്കെ നമുക്കിതൊന്ന് ജസ്റ്റ് മുക്കി പരീക്ഷിച്ച് നോക്കാം. ഇല്ല, നമ്മുടെ കയ്യിൽ ലിറ്റ്മസ് പേപ്പർ ഇല്ല എന്ന് വിചാരിക്കും. എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിനിപ്പോൾ ലിറ്റ്മസ് പേപ്പർ വാങ്ങാൻ പോകാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് ലിറ്റ്മസ് പേപ്പറുകൾ ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മുടെ നാച്ചുറലായിട്ട് കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ചെമ്പരത്തി പൂവാണ്. ചെമ്പരത്തി പൂവ്, ബീറ്റ്റൂട്ട്, ഇവയുടെ എല്ലാം എക്സ്ട്രാക്റ്റ് എടുത്ത് നമ്മളൊരു പേപ്പറിൽ ഇങ്ങനെ നന്നായിട്ട്, അല്ലെങ്കിൽ അവയെല്ലാം ഇങ്ങനെ ഒരു പേപ്പറിൽ റബ്ബ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്ട്രാക്റ്റ് അതിൽ വരും അല്ലേ. അതിൻ്റെ കളർ എന്തായിട്ട് മാറും? ബ്ലൂ ആയിട്ടൊക്കെ മാറാറുണ്ട്. ആ കളർ പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ പറഞ്ഞ ലിറ്റ്മസ് പേപ്പർ പോലെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിന്ന് ആകെ ആസിഡ്സിനെ കുറിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുളി രുചിയുള്ള സബ്സ്റ്റൻസുകളെ വിളിക്കുന്ന പേരാണ് ആസിഡ് എന്ന് പറയുന്നത്. ആസിഡുകൾക്ക് പുളി രുചിയാണ്, അല്ലെങ്കിൽ ടാങ്കി ടേസ്റ്റാണ് ഉള്ളത് അല്ലേ. ഇനി അവ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഏതിലൊക്കെ അടങ്ങിയിട്ടുണ്ട്? നമ്മുടെ മുന്തിരി, ഗ്രേപ്സ് അല്ലെ, മുന്തിരി, ഓറഞ്ച്, ആപ്പിള്, അങ്ങനെ നമ്മുടെ അല്ലെങ്കിൽ സാധാരണ പുളി, ഇതിലെല്ലാം എന്തടങ്ങിയിട്ടുണ്ട്? ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ആസിഡ്സ് തന്നെ വീര്യം കൂടിയവയുണ്ട്, വീര്യം കുറഞ്ഞവയുണ്ട്. നമ്മൾ വീര്യം കുറഞ്ഞതിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. വീര്യം കൂടിയവയുടെ എക്സാമ്പിൾസ് നമുക്ക് പറയാം. HCl എന്ന് കേട്ടിട്ടുണ്ടോ? ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഇതെല്ലാം വീര്യം കൂടിയ ആസിഡ്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ റബ്ബർ പാലുകളൊക്കെ കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് ഈ റബ്ബറൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റും. അവരുടെ വീട്ടിൽ ആസിഡ് വാങ്ങിക്കണമെന്ന് പറയും അല്ലേ. ആസിഡ്സ് വാങ്ങിച്ച് നമ്മുടെ ദൃശ്യം 3 സിനിമയിലൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ദൃശ്യ സിനിമയിലൊക്കെ പറയുന്നുണ്ട് ആസിഡിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ ആ ആസിഡ്സ് റബ്ബർ പാല് ഘനീഭവിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആസിഡ്സും ഉണ്ട്. ഇനി ഓരോ ആസിഡ്സിനും വേറെ വേറെ പേരുകളുണ്ട്. നമുക്കത് വരുന്ന ക്ലാസ്സിൽ പഠിക്കാം. അതിന് മുമ്പ് നമ്മൾ പറഞ്ഞത് ലിറ്റ്മസ് പേപ്പറിനെ കുറിച്ചാണ്. ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുമ്പോൾ 2 കളറാണുള്ളത്, റെഡും ബ്ലൂവും. ഇപ്പോൾ നമ്മളൊരു ആസിഡിനെ നമുക്ക് തിരിച്ചറിയാൻ എങ്ങനെ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൽ റെഡായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. ബ്ലൂ ആണെങ്കിൽ അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? റെഡായിട്ട് അതിൻ്റെ നിറം മാറും. അങ്ങനെ നമുക്ക് ഒരു പദാർത്ഥം, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പദാർത്ഥം അത് ആസിഡാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. നമുക്ക് നാച്ചുറലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചില ഇൻഡിക്കേറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇതുപോലെ ആസിഡ് തിരിച്ചറിയാൻ കഴിയുന്ന ചില വസ്തുക്കളാണ് നമ്മുടെ ചെമ്പരത്തി, ബീറ്റ്റൂട്ട്, അങ്ങനെയുള്ളവ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് തന്നെ ഇതെല്ലാം പഠിച്ചു മാറ്റുക. പുതിയ എക്സാമ്പിൾസും പുതിയ കുറച്ച് എക്സ്പെരിമെൻറ്റുകളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.